അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, ഇതൊരു ജീവിത കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു മനുഷ്യന്റെ ജീവിത കഥ. വെറും 5-10 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിത കഥയാണ് നിങ്ങളോട് മുന്നിലെത്താൻ പോകുന്നത്. ജീവിത കഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവേശമായിരിക്കും കേൾക്കാൻ. ഇത് നമ്മൾ നിങ്ങളോട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. അതാണ് ഇതുപോലുള്ള കഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. റഹീമിന്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കഥ മുഴുവനായി നിങ്ങൾ കേട്ടിട്ട് അവസാനം നിങ്ങൾ താഴെ കമന്റ് ഇടണം, നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന്. റഹീമിന്റെ ഭാര്യയുടെ പക്ഷത്താണോ അതോ റഹീമിന്റെ പക്ഷത്താണോ? അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. വെറും 5-10 മിനിറ്റ് കൊണ്ടാണ് ഒരു ജീവിതം നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ റഹീമിന്റെ ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ചെറിയൊരു കുടുംബമാണ്. റഹീമിന് 15 വയസ്സുള്ളപ്പോഴാണ് റഹീമിന്റെ ഉപ്പ മരണപ്പെടുന്നത്. റഹീമിന് 2 കുഞ്ഞ് അനുജത്തിമാരുണ്ട്, 2 പെങ്ങന്മാര്, 2 പെങ്ങളും ഉമ്മയും റഹീമും. ഉപ്പ മരണപ്പെട്ടു. പിന്നെയുള്ള ജീവിതമാണ് നിങ്ങളുടെ മുന്നിലെത്താൻ പോകുന്നത്. റഹീമിന് ചെറിയ പ്രായമാണ്, 15 വയസ്സേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജീവിതമാകെ ഉത്തരം മുട്ടി. ആ ഒരു ചെറിയ പ്രായത്തിൽ ആ ഒരു 15 വയസ്സുകാരൻ ജോലിക്ക് പോവുകയാണ്. ഈ 9ാം ക്ലാസ് വരെ പഠിച്ചവന് എന്ത് ജോലിയാണ് കിട്ടുക? കൂലിപ്പണി, നാടൻ പണി, നാട്ടുമ്പുറത്തെ പണി, കല്ല് പേറുക, മണൽ പേറുക, കാട് വെട്ടുക, അങ്ങനെയുള്ള പണികളൊക്കെ. ആ ഒരു ചെറിയ പ്രായത്തിൽ ആ മോന് ആ ജോലിക്കിറങ്ങി. അങ്ങനെയുള്ള ജോലിയാണെങ്കിലും നല്ല വരുമാനമുള്ള ജോലി തന്നെയാണ്. അങ്ങനെ ആ ഒരു 15 വയസ്സുകാരൻ ആ ഒരു കുടുംബം നോക്കാൻ തുടങ്ങി. ഉപ്പ മരണപ്പെട്ടതോടുകൂടി പഠിപ്പ് നിന്നല്ലോ, പിന്നെ ജോലി തന്നെ. കുടുംബം നന്നായി നോക്കാൻ തുടങ്ങി ആ ചെറിയ 15 വയസ്സുകാരൻ. ഉമ്മ പൊന്നുപോലെയായിരുന്നു ആ പൊന്നുമോനെ വളർത്തിയത്. എല്ലാവരും കളിക്കുന്ന പ്രായത്തിൽ കുടുംബം നോക്കേണ്ടി വന്ന റഹീം. അങ്ങനെ നാടൻ പണിയും കുടുംബം നോക്കി ഇങ്ങനെ കഴിയുകയായിരുന്നു റഹീം വളർന്നു വലുതായി 10-25 വയസ്സായി. റഹീമിൻ്റെ പെങ്ങന്മാരും വളർന്നു. റഹീമിൻ്റെ ലോകം അവൻ്റെ കുടുംബമായിരുന്നു. എല്ലാം അവൻ്റെ ഉമ്മയും പെങ്ങളുമായിരുന്നു. മറ്റൊരു ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ചെറിയ പ്രായത്തിലെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു പൊന്നുമോൻ നല്ല രീതിയിൽ പെങ്ങന്മാരെയൊക്കെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി. ഇനി അവനുള്ള ബാധ്യത പെങ്ങളെ കല്യാണം കഴിപ്പിച്ചയക്കുക, 2 പെൺമക്കളെയും. അതും കൂടി കഴിഞ്ഞാൽ അവൻ ഫ്രീ ആയി. അങ്ങനെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചയക്കലും കുടുംബം നോക്കലും ഒക്കെ കൊണ്ട് റഹീമിന് 30 വയസ്സായി. പെങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ചു നല്ല രീതിയിൽ തന്നെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റഹീം സ്വസ്ഥനായി. റഹീമിന് 30 വയസ്സായതോടുകൂടി എല്ലാവരും റഹീമിനെ കളിയാക്കാൻ തുടങ്ങി. എന്താടോ, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ? ഇന്ന വീട്ടുകാർ കല്യാണം കഴിപ്പിക്കില്ല എന്ന് തോന്നുന്നു, നിന്നെക്കൊണ്ട് അവർ ജീവിക്കുകയാണല്ലോ. അങ്ങനെ പലരും തമാശയാക്കാൻ തുടങ്ങി. റഹീം അതൊന്നും കൂട്ടാക്കൂല, അങ്ങനെ കൂട്ടുകെട്ടൊന്നുമില്ല. എന്നാലും കാണുന്നവരങ്ങനെ പറയും. അങ്ങനെ റഹീമിന് പെണ്ണിനെ നോക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും റഹീമിനെ അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. എന്നാൽ റഹീം ഒരു നാടനാണ്. വലിയ മോഡലൊന്നുമില്ല, ഫാഷനില്ല, വണ്ടി അറിയില്ല, വലിയ വിദ്യാഭ്യാസവുമില്ല. ഒന്നു മാത്രമുണ്ട്, നല്ലൊരു മനസ്സാണ്, പാവം ചെറുക്കനാണ്, സാധുവാണ്. അങ്ങനെയായിരുന്നു ഉമ്മ വളർത്തിയത്. മോൻ അധ്വാനിച്ചു കൊണ്ടുവരും, ഉമ്മ കുടുംബം നോക്കുകയും ചെയ്തു. നല്ല രീതിയിൽ ആ മക്കളെ വളർത്തി വലുതാക്കി. നല്ല ആളുകളെ കൊണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു. ഒരു വിഷമവും അവരറിഞ്ഞില്ല. അങ്ങനെ റഹീമിന് പെണ്ണിനെ നോക്കാൻ തുടങ്ങി. ഒന്നും അങ്ങ് സെറ്റായി വരുന്നില്ല. ആളുകൾ പലതും പറയാൻ തുടങ്ങി, അവൻ പയഞ്ചനാണ്, അവൻ്റെ ജോലി ഇങ്ങനെയുള്ള ജോലിയാണ്, നാടൻ പണിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, റഹീമിന് നാടൻ പണിയായാലും നല്ല പണിയാണ്. രാവിലെ സുബഹിക്ക് അവൻ ജോലിക്കിറങ്ങും. ഒരു 4-5 മണിയാകുമ്പോഴേക്കും അവൻ്റെ ജോലി കഴിയും. അപ്പോഴത്തേക്കും അവൻ 2000 രൂപ സമ്പാദിക്കും. ഡെയിലി 2000 രൂപയുടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം മാസം എത്രയായി? 60,000 രൂപയുടെ ജോലി അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബം നന്നായി പോകുന്നുമുണ്ട്. ഈ നാടൻ പണിയായതുകൊണ്ട് തന്നെ അധികം പെൺകുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പല വീടുകളിലും ചെന്നുള്ള ജോലിയാണ്. വീട് നിർമ്മാണ ജോലിയിൽ കല്ല് ചുമന്ന് കൊണ്ടു കൊടുക്കുക, മണൽ ചുമന്ന് കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ജോലിയാണ്. അധ്വാനമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ സുബഹ കഴിഞ്ഞ അവൻ ജോലിക്കിറങ്ങും. ഒരു 4-5 മണിയാകുമ്പോഴേക്കും പണി കഴിയും. അപ്പോഴത്തേക്കും 2000-2500 രൂപയൊക്കെ അവൻ ഉണ്ടാക്കും ഒരു ദിവസം. പണത്തിൻ്റെ കാര്യത്തിൽ അവനക്ക് പ്രശ്നമില്ല. ആളുകളൊക്കെ പറയാറുണ്ട്, ഇവന് പണത്തിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ, നല്ല പണം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുക. പക്ഷേ ആ ജോലിക്കൊരു ഗമയില്ല. അതാണ് ഇവന് പെണ്ണ് കിട്ടാനുള്ള വിഷമായത്. പക്ഷെ എന്തെന്നാലും നാട്ടുകാരൊക്കെ പറയും, റഹീമിനെ കിട്ടിയവർക്ക് നല്ലതാ, നല്ല ചെറുപ്പക്കാരനാണ്, പാവമാണ്, പണിയെടുത്ത് പെണ്ണിന് കൊണ്ടു കൊടുക്കും ഉള്ള പൈസ, ആ കുടുംബം പട്ടിണിയാവില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ പെണ്ണിനെ കിട്ടുന്നില്ല. അവസാനം റഹീമിന് പെണ്ണിനെ കിട്ടുമ്പോഴേക്കും റഹീമിന് 35 വയസ്സായി. അങ്ങനെ റഹീമിൻ്റെ കല്യാണം കഴിയുകയാണ്. റഹീമിൻ്റെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക. അവിടെ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ അമ്മായിപ്പോര് എന്ന് പറയുന്ന സംഭവം ആ നാട്ടിലില്ല. അമ്മായിപ്പോര് ഇല്ലെങ്കിലും പെണ്ണിനൊരു തലയാണ മന്ത്രമുണ്ട്.
അത് ഈ നാട്ടിലുണ്ട്. പെണ്ണിന്റെ തലയണ മന്ത്രത്തിൽ ചില ആള് കുടുങ്ങിപ്പോകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ. അങ്ങനെ റഹീമിന്റെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു. അങ്ങനെ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്നും, പെണ്ണിന്റെ വീട്ടിലാണല്ലോ ആണുങ്ങൾ ഇവിടെ നിൽക്കുക, ആണുങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നെന്ന് വെച്ചാൽ ഫുൾ ടൈം അവിടെയല്ല ഉണ്ടാകുക. ജോലി കഴിഞ്ഞാൽ അവര് പെണ്ണിന്റെ വീട്ടിൽ പോകും, രാത്രി കിടന്നു തുടങ്ങും, രാവിലെ ജോലിക്ക് പോകും. അതാണ് പതിവ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ജോലിക്ക് ഇറങ്ങുകയാണ്. റഹീമിന്റെ ആ ഒരു വേഷമൊക്കെ ഒരു വല്ലാത്തൊരു വേഷമാണ്. അധികം നല്ല ഒരു ഡ്രസ്സൊന്നും അവൻ ധരിക്കില്ല. ആള് സുന്ദരനാണ്. അവനാ മറ്റും നല്ലൊരു ഡ്രസ്സ് അണിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ നടന്മാർ ബേക്കിൽ നിൽക്കും. അത്രയ്ക്ക് സുന്ദരനാണ്. പക്ഷെ സ്റ്റൈലാക്കില്ല. അതൊന്നും അവൻ പഠിച്ചിട്ടില്ല. അവൻ കുടുംബം നോക്കാനേ അവൻ പഠിച്ചിട്ടുള്ളൂ. പാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പച്ച പാവമാണ്. രാവിലെ എണീറ്റ് പെണ്ണിന്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. ജോലി ചെയ്യുന്ന വസ്ത്രം ഇട്ട് തന്നെയാണ് ജോലിക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ജോലി ചെയ്യുമ്പോൾ ഏത് വസ്ത്രമാണ് ധരിക്കുക? അങ്ങനെയുള്ള ഒരു മുഷിഞ്ഞ വസ്ത്രവും ഇട്ട് ഭാര്യ വീട്ടിൽ നിന്നും അവൻ ഇറങ്ങുന്ന ആ ഒരു കോലം, അവൾ അയ്യേ എന്ന് നോക്കുന്ന രീതിയിലായിരുന്നു ആദ്യ ദിവസം തന്നെ അവനെ നോക്കിയത്. ഒരു ചുക്കിച്ചുളിഞ്ഞ ഒരു ഡ്രസ്സും അണിഞ്ഞ് തോളിൽ ഒരു തോർത്തുമിട്ട് രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുകയാണ്. നെരിയാണിക്ക് മുകളിലുള്ള ഒരു കണ്ടം പാൻറ്റും. ഭാര്യയോട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മനസ്സോടെ തൃപ്തിയില്ലാതെ ആ പെണ്ണ് ആന്ന് പറഞ്ഞു. അങ്ങനെ റഹീം ജോലി കഴിഞ്ഞാൽ നേരെ പോവുക ഉമ്മാന്റെ അടുത്തേക്കാണ്. ഉമ്മയെ ഒരു ദിവസം കാണാതെ അവനക്ക് ഉറക്കം വരില്ല. ഉമ്മയുടെ അടുത്ത് പോയി ഉമ്മയെ കണ്ട് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് അവൻ ഭാര്യ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര താമസിക്കുന്നത്? നിങ്ങൾക്ക് നേരെ ഇവിടത്തേക്ക് വന്നാൽ പോരെ? തുടങ്ങി അവളുടെ ചോദ്യം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഉമ്മയെ ഒന്ന് കണ്ട് ആ വീട്ടിലൊക്കെ കൂടി കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് എന്നിട്ടായിരുന്നു അവൻ വീട്ടിലെത്തിയിരുന്നത്. അങ്ങനെ ഭാര്യയുടെ ചോദ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജോലി കഴിഞ്ഞ് ഉമ്മയെ കാണാതെ എനിക്ക് ഒരു ദിവസം ഉറക്കം വരില്ല. അത്രക്ക് പാവമാണ് റഹീം. ഇതൊക്കെ ഇവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ പാവം പോലുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് പാട്ടിലാക്കാൻ പറ്റും. പെട്ടെന്ന് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെയായിരുന്നു റഹീം. അങ്ങനെ റഹീമിന്റെ വീടും ഭാര്യ വീടും ഒക്കെ നന്നായി നോക്കാൻ തുടങ്ങി. നമ്മളിവിടെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു ചിന്തയുണ്ട്. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വീട്ടുകാര് ചെറുക്കനെ കയ്യിലെടുക്കാൻ നോക്കും. ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് അതാണ്. അതിനുള്ള ഒരു തലയണ മന്ത്രമാണ് ഇവൾ പ്രയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ റഹീമിനോട് ഇവൾ അതും ഇതും ഒക്കെ പറഞ്ഞ്, അത് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ഉമ്മയുമായുള്ള ആ ഒരു അടുപ്പം കുറക്കാൻ നോക്കുകയാണ്. ജോലി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇവിടെ വരണം. കള്ള സ്നേഹം കൊണ്ട് ഇവൾ പാട്ടിലാക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസവും ഉമ്മയെ കാണാതെ ഉറക്കം കിട്ടാത്തവൻ ഉമ്മയെ കാണാതെ നേരെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി, ഭാര്യ വീട്ടിലേക്ക്. ഒരു ദിവസം ഉമ്മയെ കാണാതെ ഉറക്കം വരാത്തവനാ. ഭാര്യയുടെ ആ സ്നേഹവാക്കുകൾ കേട്ട് നേരെ ഭാര്യ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് പോകും, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ആഴ്ചക്ക് ഒരു ദിവസമായി കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ റഹീമും ഭാര്യയുമായി നല്ലൊരു സ്നേഹബന്ധം അവിടെ തുടങ്ങി. ഇപ്പുറം ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ലേ? കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു അവസരം ഇവളായിട്ടുണ്ടാക്കി വെച്ച് പലതും കുത്തിക്കൊടുത്തും കള്ളസ്നേഹം കാണിച്ചും റഹീമിനെ ഇവള് പാട്ടിലാക്കി. ഇനി റഹീമിനെ ഇവള് വരച്ച വരയിൽ കൊണ്ടുപോകണം. അതാണ് ഇനി ഇവൾക്ക് വേണ്ടത്. അങ്ങനെ അയൽവാസികളൊക്കെ റഹീമിന്റെ ഭാര്യയോട് ചോദിക്കാൻ തുടങ്ങി, നിന്റെ ഭർത്താവിന് എന്താണ് ജോലി? വല്ലാത്തൊരു വേഷമാണല്ലോ, നല്ല വൃത്തിയിലൊക്കെ ഇവിടുന്ന് പോയാൽ പോരെ. അങ്ങനെ ആളുകളൊക്കെ പലതും പറയുന്നത് കേട്ട് റഹീമിന്റെ ജോലിയെ വെറുക്കുകയാണ്. ജോലി എന്തോ ആയിക്കോട്ടെ, നല്ല ശമ്പളം കിട്ടുന്ന, പണം കിട്ടുന്ന ജോലിയാണ്. അങ്ങനെ റഹീമിന്റെ ആ ഒരു ജോലി ഒരു ഷെയ്മ് കേടായി, ഒരു വഷള് കേടായി, ആളുകളുടെ മുന്നിൽ പറയാൻ ഒരു ഗമയില്ലാത്ത ജോലി. ഈ ജോലി ഇയാളെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണമെന്ന് ഭാര്യ നിശ്ചയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് എഴുതി തയ്യാറാക്കിയ കഥയല്ല, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ഒരു ജീവിത കഥ എടുത്തു പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാം. അങ്ങനെ റഹീമിന്റെ ഭാര്യയോട് ആരോ പറഞ്ഞ്, എടി നല്ലൊരു വിസയുണ്ട്, നിന്റെ മാപ്പിളക്ക് അത് വേണോ, നിന്റെ കെട്ടിയോൻക്ക് അത് വേണോ എന്ന് ചോദിച്ചു. ഇവൾക്കത് കേൾക്കല് ചെയ്യണ്ടു. വേണം എന്ന് റഹീമിന്റെ ഭാര്യ പറഞ്ഞു. അന്ന് പകല് മുഴുവൻ റഹീമിന്റെ ഭാര്യ ചിന്തിച്ചു, സ്വപ്നം കാണുകയായിരുന്നു. റഹീം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങ് ഗൾഫിൽ പോയി തിരിച്ചു വരുന്നതും ഫോൺ ചെയ്യുന്നതും അങ്ങനെ പലതും സ്വപ്നം കാണാൻ തുടങ്ങി. റഹീമിനോട് സംഭവം പറഞ്ഞു. റഹീം ആകെ പേടിച്ചു. അപ്പോൾ റഹീം എടുത്തിടും പോലെ പറഞ്ഞു, എനിക്ക് പേടിയാണ് ഗൾഫിൽ പോകാൻ, എനിക്ക് അതൊന്നും അറിയില്ല, ഞാനിവിടെ നാട് വിട്ടിട്ട് എവിടെയും ഞാൻ പോയിട്ടില്ല. അങ്ങനെ അതൊന്നും സാരമില്ല, എത്ര ആളുകൾ പോകുന്നു, നിങ്ങളെ പോലുള്ള ആളുകളല്ലേ ഗൾഫിലൊക്കെ പോയി നല്ല രീതിയിൽ ജീവിക്കുന്നത്. ഇതുപോലെ നാടൻ പണിയെടുത്ത് മുഷിഞ്ഞ വസ്ത്രം ഇട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കണോ? ഇനി നമുക്ക് മക്കളൊക്കെ ആയാൽ മക്കൾക്കും ഒരു സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് റഹീമിനെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയുള്ളൂ. അപ്പോഴത്തേക്കും ഉമ്മയുമായുള്ള ബന്ധം അവിടെ തീർന്നതുപോലെ ഏകദേശമായി.
മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഉമ്മയെ കാണാൻ പോകുന്നത്. പാവം. ഒരു പെണ്ണിന്റെ തലയണ മന്ത്രത്തിന്റെ ശക്തി നോക്കിയേ. എങ്ങനെ കുടുംബം നോക്കിയ മോനാണ്. പക്ഷെ ഉമ്മക്ക് വിരോധമൊന്നുമില്ല. കെട്ടിയ പെണ്ണിനെ ആണല്ലോ നോക്കുന്നതെന്നോർത്ത് സന്തോഷം തന്നെയാണ് ഉമ്മക്ക്. ഉമ്മക്ക് ചിലവിനൊക്കെ കൊടുക്കുന്നത് കുറഞ്ഞാലും ഉമ്മക്ക് അത് വിരോധമൊന്നുമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ. അങ്ങനെ റഹീമിനെ ഗൾഫിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലാണ്. ഇവളുടെ ഒരേ ഒരു വാശിയിൽ റഹീം അത് സമ്മതിക്കുകയാണ്. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പെണ്ണാണ് പറയുന്നത്. പോകാനൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഉമ്മയുടെ അടുത്ത് ചെന്ന് ഒരുപാട് കരഞ്ഞ്, എപ്പോഴും ഇങ്ങനെ കല്ലും ചുമന്ന് കണ്ട അടുക്കള ഭാഗത്തൊക്കെ പണിയെടുത്താൽ മതിയാകോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റഹീം ഗൾഫിലേക്ക് പോവുകയാണ്. ആരോ കൊടുത്ത വിസയിൽ ഒന്നും അറിയാത്ത ഈ ഒരു പാവം മനുഷ്യൻ, സാധു മനുഷ്യൻ പോവുകയാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ബാഗുമായി റഹീമിനെ ഭാര്യ യാത്രയാക്കുകയാണ്. ഒരുപാട് പാടുപെട്ടാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നും ഫ്ലൈറ്റിനുള്ളിൽ എത്തിയത്. ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി പൊട്ടനെ പോലെയായിരുന്നു അവൻ കളിച്ചിരുന്നത് ആ എയർപോർട്ടിൽ നിന്നും. അങ്ങനെ ദുബായ് എയർപോർട്ടിൽ നിന്നും എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. ഇവനെ പിക്ക് ചെയ്യാൻ ആള് വരുമെന്നും പറഞ്ഞ് മണിക്കൂറുകളോളം അവൻ പുറത്ത് കാത്തു നിന്നു. ആരും പിക്ക് ചെയ്യാൻ വന്നില്ല. ആരോ കൊടുത്ത വിസയിൽ വന്നതാണ്. അങ്ങനെ എങ്ങനെയല്ലോ ആളുകൾ ചോദിച്ച് ഏതോ ഒരു മലയാളിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഇവന്റെ അഡ്രസ്സിൽ ഇവന്റെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ആ ഒരു നല്ലൊരു മനുഷ്യൻ ഇവനെ ആ ജോലി സ്ഥലത്തേക്ക് എത്തിച്ചു. റഹീമിന്റെ ഞാൻ ഇതുവരെ പറഞ്ഞ കഥയിൽ ആ ഒരു മനുഷ്യൻ ഈ ഒരു ദിവസം വരെ സുഖം എന്തെന്ന് അറിയാതെ ജീവിച്ചവനാ. 15 വയസ്സ് മുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? റഹീം സന്തോഷിച്ച് സുഖകരമായി ജീവിച്ചോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? എന്നും കല്ല് പേറലും മണൽ വാരലും കുടുംബം നോക്കലും തന്നെ. ഒരുപാട് പണം കിട്ടുമെങ്കിലും അതിനെ കൊണ്ട് അവനിക്ക് സുഖിക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞ ഒരു പൊട്ടനെ പോലുള്ള ഒരു മനുഷ്യൻ അങ്ങ് ഗൾഫിലെത്തിപ്പെടുകയാണ്. ആകെ ബേജാറായിരുന്നു അവിടെ കണ്ടപ്പോൾ. അവിടെ എന്തോ ഫ്ലാറ്റ് ക്ലീനിങ്ങിന്റെ ജോലിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വെറും 3 മാസമേ റഹീമിന് ആ ഒരു ഗൾഫ് നാട് സ്വയബോധത്തിൽ നോക്കാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ മാസം അവിടെ റോഡ് മുറിച്ച് കടക്കവേ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി. ആ ഒരു ആക്സിഡന്റിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു. ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചലനശേഷിയും ഓർമ്മശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ 2 മാസത്തോളം ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. വിദഗ്ധ ചികിത്സയൊക്കെ നൽകിയെങ്കിലും റഹീമിന് ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. റഹീമിന്റെ സ്വയബോധമൊക്കെ നഷ്ടപ്പെട്ട് ചലനശേഷിയില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു കോലത്തിലാണ് റഹീമിന് നാട്ടിലേക്ക് വരാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിലപ്പോൾ മറ്റേ റഹീമാണെന്ന് കരുതിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവർ, ഇത് ജീവിതകഥയാണ്. നിങ്ങൾക്ക് സിനിമയിൽ കാണുന്നത് പോലെ ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ റഹീം 2 മാസത്തിന് ശേഷം അവിടുന്ന് ആ ദുബായിലെ പ്രവർത്തകരൊക്കെ കൂടി റഹീമിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. റഹീമിന് എന്തിനാണ് പടച്ചറബ് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തതല്ലേ? പാവം മനുഷ്യൻ, കുടുംബത്തെ നന്നായി നോക്കിയ മനുഷ്യൻ. ആരോ ചെയ്ത തെറ്റിനാൽ ശിക്ഷ അനുഭവിപ്പിച്ചത് റഹീമിനെ ആയിരുന്നു. ഇവിടെ നമുക്ക് തെറ്റ് ചെയ്തതായി തോന്നുന്നത് റഹീമിന്റെ ഭാര്യയാണ്. ഉമ്മയുമായുള്ള ആ ബന്ധമേ ഇല്ലാതാക്കി അവൾ. അതൊന്നും ഞാൻ വിശദമായി പറയായിട്ടാണ്. അതൊക്കെ പറയാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ടാകും. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്താൽ മതി. ആ ഒരു ബന്ധം ഇല്ലാതാക്കണമെങ്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് പടച്ച റബ്ബ് ഇവളെ ശിക്ഷിക്കാൻ വേണ്ടി ഇവനെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഭാര്യ ചെയ്ത തെറ്റിനാൽ അനുഭവിക്കുന്നത് പാവം, ഒന്നും അറിയാത്ത പാവം കുടുംബം നോക്കിയ മനുഷ്യൻ റഹീമാണ്. ശരിക്കും ഇതിൽ പെട്ടിരിക്കുന്നത് ഭാര്യ തന്നെയാണ്. ഇനി അവളുടെ ജീവിതം എന്തായിരിക്കും? പൊന്മുട്ടയിടുന്ന താറാവിനെ വയറ് കീറി നോക്കിയതുപോലെയായില്ലേ ഈ കഥ? എത്ര സുഖസുന്ദരമായി ജീവിക്കാം. അമേരിക്കയിൽ കിട്ടോ ഇതുപോലൊരു ശമ്പളം? 10-60,000 രൂപ, അതിലും കൂടുതൽ ഇവനുണ്ടാക്കും. വെറും മാനാഭിമാനവും സ്റ്റാറ്റസും ഗമയും നോക്കി ജീവിക്കാൻ നോക്കിയ ഒരു പെണ്ണിന്റെ കഥയാണ് ഇവിടെ കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. വെറും 6 മാസമേ ഇവർ തമ്മിൽ ജീവിച്ചിട്ടു. റഹീമിനെ നേരെ കൊണ്ടുവന്നത് റഹീമിന്റെ പൊന്നുമ്മയുടെ അടുത്ത് തന്നെയാണ്. പാവം ആ ഉമ്മ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു വയ്യാത്ത സമയത്ത് ചുറുചുറുപ്പുള്ള മോനെ നോക്കേണ്ട അവസ്ഥയായി. ഭാര്യ ഇവനെ എത്ര കാലം ഇനി നോക്കുമെന്നറിയില്ല. റഹീമിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി റഹീമിന് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. പടച്ചറബ്ബ് അവളെ കൊണ്ട് അനുഭവിപ്പിച്ചു. റഹീമിന്റെ ഭാര്യ ഗർഭിണിയുമാണ്. എല്ലാം കൊണ്ടും പടച്ചറബ്ബ് ആ പെണ്ണിന് നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത്. ഉമ്മാന്റെ പൊന്നുമോനെ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു. റഹീമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടുക എന്ന്. പണ്ടേ റഹീം അങ്ങനെ പറയുമായിരുന്നു അത്രേ. ഇൻഷാ അല്ലാഹ് ആ കുടുംബം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തകരുടെയൊക്കെ സഹായമുണ്ട്, പള്ളി കമ്മിറ്റിക്കാരുടെയും സഹായമുണ്ട്. എല്ലാവരും നിങ്ങളൊക്കെ ദുആ ചെയ്യുക. പടച്ചറബ്ബ് വലിയവനാണ്, കാരുണ്യവനാണ്. എന്തെങ്കിലും അത്ഭുതം കാണിക്കുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.